വെൽക്കം ബാക്ക് ടു നേച്ചർ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു കനി കുസൃതിയെക്കുറിച്ച്. പൃഥ്വിരാജിന്റെ നായികയായി സിനിമയിലേക്ക് കനി കുസൃതിയുടെ വേറിട്ട ജീവിതകഥ ഇതാ. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ലോക സിനിമയുടെ കൊടുമുടി എന്നറിയപ്പെടുന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അതിന്റെ പാം ഒതോർ എന്ന പ്രധാന മത്സര വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ ചിത്രം 30 വർഷങ്ങൾക്കിപ്പുറം അവസരം നേടുന്നു. അതിൽ 2 മലയാളി നായികമാർ ഉൾപ്പെടുന്നു. തങ്ങളുടെ വലിയ വിജയവുമായി അവർ കാനിലെത്തുന്നു. ആടുകയും പാടുകയും ചെയ്യുന്നു. അതിലുമുപരി അതിലൊരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു വാട്ടർ ലെമൺ ബാഗ് ഉണ്ടായിരുന്നു. പാലസ്തീൻ ഐക്യദാർഢ്യത്തിനായി ലോകം മുഴുവൻ കരുതി വെച്ച അതേ പ്രതീകം. കാൻ പോലൊരു വേദി കീഴടക്കാനായത് വലിയ ഭാഗ്യമെന്ന് അവർ പറയുന്നു. ലഭിച്ച ഇടത്ത് തന്റെ രാഷ്ട്രീയം വിളിച്ചു പറയുന്നവരാണ് യഥാർത്ഥ കലാകാരൻ അഥവാ വലിയ കലാകാരി. അവിടെ കനി വിളിച്ചു പറഞ്ഞതും അതുതന്നെയാണ് രാഷ്ട്രീയം. ആരാണ് കനി കുസൃതി? ആ വേറിട്ട ജീവിതകഥ എന്താണ്? നമുക്ക് നോക്കാം. മൈത്രേയന്റെയും ഡോക്ടർ ജയശ്രീയുടെയും മകളായി 1985 കനിയുടെ ജനനം. കനിയുടെ രക്ഷിതാക്കൾ നിയമപരമായി വിവാഹിതരല്ല. ലിവിംഗ് ടുഗദർ ഒന്നും കേരള സമൂഹത്തിന്റെ ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന കാലത്ത് പങ്കാളിയായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് ഇരുവരും. ഡോക്ടറായിരുന്ന ജയശ്രീ ജോലിയുമായി ബന്ധപ്പെട്ടും ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടും തിരക്കിലായതിനാൽ തന്റെ മകളെ വളർത്തുക എന്ന ഉത്തരവാദിത്തം മൈത്രേയനാണ് നിർവഹിച്ചിരുന്നത്. അതിനാൽ തന്നെ തന്റെ ബാല്യകാല ഓർമ്മകളിലെ തിളങ്ങുന്ന മുഖങ്ങൾ മൈത്രേയന്റെയും ജയശ്രീയുടെ അമ്മ അഥവാ അമ്മമ്മയുടേതുമാണെന്ന് കനി ഓർക്കുന്നുണ്ട്. മനുഷ്യർ പരസ്പരം തുല്യരാകണമെന്നും അത് എവിടെയായാലും അളന്നു തൂക്കിയ അതിസംബോധനകളിലൂടെ കപട ബഹുമാനത്തിന്റെ അഥവാ തുല്യത ഇല്ലായ്മയുടെ കൊടുക്കൽ വാങ്ങലുകൾ വേണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മൈത്രേയൻ അച്ഛൻ എന്നല്ല മറ്റെല്ലാവരോടും പറയുന്ന പോലെ പേര് വിളിക്കുക എന്ന് തന്നെയാണ് മകളോടും ആവശ്യപ്പെട്ടത്. അങ്ങനെ അച്ഛൻ കുഞ്ഞു കനിക്ക് മൈത്രേയനും അമ്മ ജയശ്രീ ചേച്ചിയുമായി. സ്കൂൾ കാലത്ത് മകളുമായി അഡ്മിഷൻ എത്തിയ ജയശ്രീയോട് സെക്കൻഡ് നെയിം നിർബന്ധമാണെന്ന് അധ്യാപകൻ നിർബന്ധം പറഞ്ഞു. ജയശ്രീ കഴിവതും പറഞ്ഞു നോക്കി കുഞ്ഞുങ്ങൾക്ക് അത്തരം വാലിന്റെ ആവശ്യങ്ങൾ ഏതുമില്ലെന്ന്. പക്ഷേ അധികൃതരുടെ നിഷ്കർഷമായ നിലപാടിനെ തുടർന്ന് അവർ വെറുതെ ഒരു ആൽഫബറ്റ് കെ പേരിനൊപ്പം ചേർത്തു. 10ാം ക്ലാസ്സിലെത്തിയതോടെ കനി തന്നെയാണ് ആ കെയുടെ തന്റെ ജീവിതത്തിലെ മാനങ്ങൾ നിർവഹിച്ചത്. അങ്ങനെയാണ് അവർ കനി കുസൃതിയായത്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒട്ടൊന്ന് ഇൻട്രോവേർട്ടായ മറ്റുള്ളവർ എന്തു പറയുമെന്ന് ആശങ്കപ്പെട്ട് നല്ല കുട്ടിയായി ജീവിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തിയിരുന്നതെന്ന് കനി തന്നെ ഓർക്കുന്നുണ്ട്. അങ്ങനെ തന്റെ ലോകവുമായി പൊരുത്തപ്പെടാൻ പണിപ്പെട്ട കുട്ടിക്ക് ഒരിക്കൽ ഒരു ഓഫർ വന്നു. അഭിനയുടെ നാടകത്തിന് പെൺകുട്ടിയെ വേണം, താല്പര്യമുണ്ടോ? സത്യത്തിൽ അതൊരു ഓഫർ ഒന്നുമല്ല, അപേക്ഷയാണ്. അന്ന് നാടകങ്ങളിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടാൻ അത്രയും ബുദ്ധിമുട്ടാണത്രേ. സഹായിക്കണം എന്നതാണ് സ്ഥിതി. അതുകൊണ്ട് മാത്രം, അവളിലെ നന്മ കൊണ്ട് മാത്രം ആ പെൺകുട്ടി അഭിനയയുടെ നാടകക്കളരിയിലെത്തുന്നു. പക്ഷെ പിന്നെ അവരത് ആസ്വദിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഒരിക്കൽ നാടക എക്സസൈസിന്റെ ഭാഗമായി ദീപൻ ശിവരാമന്റെ ഒരു സെഷൻ അന്ന് നിങ്ങൾ ഏറ്റവും സന്തോഷിച്ച മുഹൂർത്തം ഓർത്തെടുക്കാൻ പറഞ്ഞ വേളയിൽ അങ്ങനെ ഒരു നിമിഷം തനിക്ക് ഏതെന്നറിയാതെ കനി നിർത്താതെ പൊട്ടിക്കരഞ്ഞുപോയി. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചും ശ്രദ്ധിച്ചും ജീവിച്ച തനിക്ക് പക്ഷെ തന്റെ സന്തോഷങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാത്ത ആഴങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞ അവർ സ്വയം അറിയലിന്റെ തിരിച്ചറിവിന്റെ വഴിയായി നാടകത്തെ കാണുന്നു. അത് ജീവിതമാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോയി. വസന്തസേനയുടെ പ്രധാന വേഷം മുതൽ MG ജ്യോതിഷ് സംവിധാനം ചെയ്ത ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന നാടകത്തിൽ കമലയുടെ വേഷം വളരെ ഗംഭീര നാടക പ്രകടനങ്ങളുമായി അവർ ലോകം ചുറ്റി വേദികൾ കൈയടക്കി. പിന്നെ നാടകത്തിൽ തന്നെ തുടർ പഠനത്തിനായി ഫ്രാൻസിലേക്ക് പറന്നു. അവിടെ 2 വർഷത്തെ തിയേറ്റർ സ്റ്റഡീസ് കഴിഞ്ഞ് 2009 തിരിച്ചെത്തുന്നു. തുടർന്ന് സുഹൃത്തായ ശങ്കർ രാമകൃഷ്ണൻ കേരള കഫയുടെ ഭാഗമായി നിർമ്മിച്ച പൃഥ്വിരാജ് നായകനായ ഐലൻഡ് എക്സ്പ്രസിലൂടെ സിനിമയിലേക്ക് എത്തി. അന്ന് വീട്ടിൽ നിന്ന് മാറി താമസിച്ചിരുന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു സ്ത്രീയുടെ നട്ടെല്ലാണെന്ന് വിശ്വസിച്ചിരുന്ന കനി അഭിനയം, അത് നാടകമാവട്ടെ സിനിമയാവട്ടെ, ഒപ്പം മോഡലിംഗും ജീവിത വൃത്തിയാക്കി ചില ഫോട്ടോഷൂട്ട്സിന്റെ പേരിൽ വിവാദങ്ങൾപ്പെട്ട സമയത്ത് എനിക്ക് എൻ്റെ മുഖം പോലെയാണ് എൻ്റെ ശരീരവും എന്ന് ധീരമായി പ്രതികരിച്ച ഒരു കയ്യടി നേടിയ നടി കൂടിയായിരുന്നു കനി. സിനിമാ ജീവിതത്തിന്റെ കാര്യത്തിലും തനിക്ക് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങൾ സിനിമയുടെ കാര്യങ്ങൾക്കായി വിളിച്ച് ഒടുവിൽ രാത്രിയിൽ നീളുന്ന ഫോൺ കോളുകൾ, അതിനോട് നോ പറയുമ്പോൾ ആവിയായി പോകുന്ന അവസരങ്ങൾ, ഇതൊക്കെ കഷ്ടമാണെന്നും അവർ തുറന്നു പറഞ്ഞു. കനിയുടെ വ്യക്തിജീവിതവും വേറിട്ടത് തന്നെയാണ്. ഏറെ നാൾ ആനന്ദ് ഗാന്ധി എന്ന യുവ സംവിധായകനുമായി പ്രണയത്തിലായിരുന്നു കനി. തനിക്ക് മോണോഗമസ് റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന ബോധ്യത്തിൽ അദ്ദേഹവുമായുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർ അവസാനിപ്പിക്കുന്നു. നല്ല സുഹൃത്തുക്കളായി തുടരുന്നു. ഇന്ന് ആനന്ദിനും അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ശ്രേയയ്ക്കുമൊപ്പമാണ് കനിയുടെ താമസം. കലാകാരി എന്ന നിലയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കനിക്ക് കഴിയട്ടെ, അങ്ങനെ ആശംസിക്കുന്നു. ഇതാണ് കനി കുസൃതിയുടെ ജീവിതകഥ. ഒരു സ്ത്രീ നട്ടെല്ല് വിളയ്ക്കാതെ ജീവിക്കുന്ന ജീവിതത്തിന്റെ കഥയാണ്. പ്രിയ പ്രേക്ഷകർക്ക് കനി കുസൃതിയുടെ സ്റ്റോറി ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.